ദാനം ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ഉദാരമനസ്കതയുള്ള ഹൃദയവുമായി ഇണങ്ങിച്ചേരട്ടെ. ഇന്ന് നമ്മൾ കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്നും ധ്യാനിക്കാം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. മുന്നോട്ടു പോകുന്നതിന് മുമ്പ് ഇത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥ ദാനം ഒരു സാമ്പത്തിക നടപടിയായി മാറുന്നതിന് മുമ്പ് ഒരു ആത്മീയ തീരുമാനമായിട്ടാണ് ആരംഭിക്കുന്നത്. ദൈവം അളവല്ല, സന്നദ്ധതയാണ് നോക്കുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം ഹൃദയത്തെ നോക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ആന്തരിക ജീവിതത്തിന്റെ അവസ്ഥ നമ്മുടെ ബാഹ്യദാനത്തിന്റെ മൂല്യം നിർണയിക്കുന്നു. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മുടെ ഹൃദയത്തെ കാത്തുസൂക്ഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം എല്ലാം അതിൽ നിന്നാണ് ഒഴുകുന്നത്. നമ്മുടെ ഹൃദയം ശരിയായിരിക്കുമ്പോൾ നമ്മുടെ ദാനം ദൈവത്തെ ബഹുമാനിക്കുന്നതായി മാറുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു പറഞ്ഞതുപോലെ, നമ്മുടെ നിക്ഷേപം ഉള്ളയിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കൂ. ഈ സത്യം നന്നായി മനസ്സിലാക്കാൻ ഈ ദൃഷ്ടാന്തം നോക്കാം. 2 പേർക്ക് ഒരേ തുക നൽകാൻ കഴിയും. ഒരാൾ സന്തോഷത്തോടെയും മറ്റൊരാൾ പ്രകോപനത്തോടെയും നൽകുന്നു. അളവ് തുല്യമാണെങ്കിലും ദൈവം ദാനത്തിന്റെ വലുപ്പത്തേക്കാൾ ഹൃദയത്തെ നോക്കുന്നതിനാൽ വ്യത്യസ്തമായി പ്രതികരിക്കുന്നു. എൻ്റെ ദാനം മനസ്സൊരുക്കമുള്ള ഹൃദയത്തിന്റെ പ്രതിഫലനമാണോ അതോ നിർബന്ധത്താലാണോ? നമുക്ക് നമ്മുടെ പ്രതിഫലനത്തെ പ്രാർത്ഥനയാക്കി മാറ്റാം. പിതാവേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. എൻ്റെ ദാനം സമ്മർദ്ദത്തിൽ നിന്നോ കടമയിൽ നിന്നോ അല്ല, സ്നേഹത്തിൽ നിന്നും സന്നദ്ധതയിൽ നിന്നുമാകട്ടെ. സന്തോഷവും കീഴടങ്ങിയ ഹൃദയവും കൊണ്ട് നിന്നെ ബഹുമാനിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.